എന്നെ പണി വെച്ചിരിക്കേ ലാലേട്ടാ, എന്നെ പണി വെച്ചിരിക്കേ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മളെല്ലാവരും ലാലേട്ടനെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിച്ചത് അത് അതേപടി അങ്ങ് പകർത്തിയിരിക്കുകയാണ്. ആദ്യം തരുൺമൂർത്തിക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം ലാലേട്ടനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആൾക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ എങ്ങനെയാണോ ലാലേട്ടനെ കാണാൻ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ലെവലിലാണ് മേക്കിങ്. സ്റ്റോറിയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷെ ലാലേട്ടൻ എല്ലാവരും പറയുന്നത് അയിഞ്ഞ ആടാണ് ലാലേട്ടൻ. നമുക്ക് ഓരോ സീനും നമ്മളെ മനസ്സിൽ നിൽക്കുന്ന ലെവലിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ തിയേറ്റർ വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അതിൽ ഓരോ സീനും നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ അഭിനയം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റൊക്കെ ഇറങ്ങുമ്പോൾ കരഞ്ഞിറങ്ങാന്ന് പറഞ്ഞ പോലെ ഇറങ്ങേണ്ടി വരും. അത്രയും ഡെപ്ത് ഉണ്ട് ഓരോന്നിനും. അതിൽ ഓരോ സീനും ആള് ജീവിക്കായിരുന്നു അതിൽ. അത്രയും നമ്മുടെ പഴയ ലാലേട്ടൻ ഉണ്ടല്ലോ, പണ്ടത്തെ ആ ലാലേട്ടനെ നമുക്ക് അതേപടി കിട്ടി. ആരാടാ പറഞ്ഞത് ലാലേട്ടന് ഞാൻ അങ്ങനെ കിട്ടില്ല എന്ന്? ആക്ച്വലി ഞാൻ ലാലേട്ടൻ ഫാനൊന്നുമല്ല. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി 12 മണിയുടെ ഷോക്കാണ് പോകുന്നത്. ഒരു ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ എടുത്ത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. റിവ്യൂ കാണുന്നുണ്ട്. പൊതുവേ റിവ്യൂ കണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മൂഞ്ചലാണ് പൊതുവേ ഉണ്ടാവാറ്. ഇന്നലെ ഞാൻ 12 മണിക്ക് പോയി. ആ 12 മണിത്തിൽ ആ ഫിലിം കഴിയുന്നവരെ ഞാൻ ഒരു നേരം കണ്ണടച്ചിട്ടില്ല. കാരണം രാത്രിയൊക്കെ ആ സമയത്ത് പോയാൽ ഞാൻ ഉറങ്ങും പൊതുവേ. പക്ഷെ നമുക്ക് എന്താവും ഇനി ആ നെക്സ്റ്റ് ലെവൽ എന്താണ് ലാലേട്ടൻ്റെ അടുത്ത ലെവൽ അഭിനയം, അത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സീനും പേഴ്സണലി എനിക്ക് ഉള്ളിൽ തട്ടി. എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ എമ്പുരാനൊന്നും എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ആ സമയത്തൊക്കെ ഞാനും ചിന്തിച്ച് ആ പഴയ ലാലേട്ടനൊക്കെ ഏകദേശം തീരുമാനമായിന്ന്. പക്ഷെ അങ്ങനെയല്ല. തുടരും എന്നുള്ള മൂവി ഉണ്ടല്ലോ, അത് കുറേ കാലമായി നമ്മളൊക്കെ ഇങ്ങനൊരു മൂവി കണ്ടിട്ട്. എനിക്ക് നമ്മളൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാനും അതുപോലെ നമുക്കൊരു ഫീൽ ഗുഡായിട്ട് തോന്നാനും, ഫീൽ ഗുഡല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു. ഇത് നെക്സ്റ്റ് ലെവലാണ്. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഞാൻ അടുത്ത തരുൺമൂർത്തി മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. എടുക്കാൻ അറിയുന്നവൻ്റെ കയ്യിൽ ലാലേട്ടനെ കിട്ടിയാൽ ലാലേട്ടൻ എന്ത് വേണം എന്നുള്ളത് കറക്റ്റായിട്ട്, ലാലേട്ടൻ എന്ത് വേണം മീൻസ് ലാലേട്ടനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും, അതിൻ്റെ പീക്ക് ലെവലാണ് ഈ മൂവിയിൽ നമ്മൾ കണ്ടത്. ഇതിൽ ലാലേട്ടനക്ക് വേണ്ടിയിട്ട് അമാനുഷികത എഴുതുക അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല ഇതിൽ. ഒരു നോർമൽ സ്റ്റോറി, ആ സ്റ്റോറിക്ക് ആവശ്യമായ BGM ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം അതിനാവശ്യമായ രൂപത്തിൽ നമ്മുടെ ഒരു സാമ്പാർ പോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. മസ്റ്റ് വാച്ചാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഓരോ സീനും ചില സീനൊക്കെ ഗൂസ് ബംസ് തരും. ഞാനിങ്ങനെ പറയുമ്പോൾ ഇത് പ്രൊമോഷൻ ചെയ്യല്ല, എനിക്കിഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ആ മൂവിനെ കുറിച്ച് പറയുന്നത്. മോശമാണെന്നെങ്കിൽ മോശം തന്നെ പറയും. എനിക്കതിൽ ഒരു ലൈൻ പോലും ഒരു ഭാഗം പോലും എനിക്കിഷ്ടമാവാത്തതില്ല. ഞാനത് നന്നായിട്ട് ആസ്വദിച്ച് കണ്ടു. അതിലെ സീനിൽ ഹാപ്പി ആകുമ്പോൾ നമ്മളും ഹാപ്പി ആകും. ആ മൂവിയിൽ ഏതെങ്കിലും സീന് സാഡായി വന്നാൽ നമ്മളും സാഡാവും. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് കണക്റ്റ് ആവുന്നുണ്ട്. ആ ഫിലിം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ ഒരു ഫിലിം എടുക്കണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെക്കുക, അതല്ല ഈ മൂവിയിൽ സംഭവിച്ചിട്ടുള്ളത്. ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് ലാലേട്ടൻ ഫാൻസിന് മാത്രമല്ല, മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും മറ്റുള്ള എല്ലാ ഫാൻസുകാർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു നെഗറ്റീവ് കമൻറ്റ് വരും എന്നുള്ളത്. ഈ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആസ്വാദനശേഷിയും ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകളുടെ ആസ്വാദനശേഷിയും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ കൂടുതൽ ഞാനിപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കാതെ പ്ലെയിനായിട്ട് നിങ്ങൾ പോക്കോ. കൂടുതലായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞ് പൊലിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, നിരാശപ്പെടില്ല. ഫിലിം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള ഒരാളെങ്കിലും ഒരു തുള്ളി കണ്ണീര് വരുത്താതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങില്ല. ഇങ്ങനൊരു മൂവി തന്ന നമ്മളെ തരുൺമൂർത്തി, ലാലേട്ടൻ, എന്താ പറയുക, ആ മൂവിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ്. കാരണം ഇങ്ങനൊരു വലിയൊരു ഔട്ട്പുട്ട് നമുക്ക് തന്നില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ഈ മൂവി കാണാൻ എൻജോയ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക.
ഫിലിം കാണാൻ മറക്കണ്ട എന്തെന്നായാലും. ഓക്കെ.